ഹേ ഗൈസ്, എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് കൂടി പറ്റാണ്ടിരിക്കട്ടെ. അതോടെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കല്യാണത്തിൻ്റെ ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ ഡിസൈനൊക്കെ ഞാൻ റെഫറൻസ് എടുത്തത് പിൻട്രസ്റ്റിനായിട്ട് എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൗസിൽ വന്നത് മൊത്തം അവർ ത്രെഡ് വർക്ക് മീൻസ് ത്രെഡ് കൊണ്ട് ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണമായിരിക്കുന്നതാണ് എൻ്റെ വിചാരം. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ സ്റ്റോൺ വർക്കൊക്കെ വന്നേക്കുന്നത് ജസ്റ്റ് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചേക്കുന്നതാണെന്നല്ലോ. അപ്പം പല സ്റ്റോൺ വർക്കിലും ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ സംഭവം പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ഭാഗമൊക്കെ അവർ ഫുൾ മാക്സിമം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോൺ വർക്ക് വന്നപ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോണൊക്കെ ഇളകിപ്പോയി. അപ്പോൾ ബാക്ക് സൈഡിൽ സ്റ്റോണൊക്കെ ഇളകിപ്പോയപ്പോഴത്തേക്കും അവിടെ ആ ഗ്ലൂവിൻ്റെ സ്റ്റെയിൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ രണ്ടാമത്തെ ഇതേ കണക്കിന് സ്റ്റോണൊക്കെ കണ്ടുപിടിച്ച് മേടിച്ച് ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് നിങ്ങൾ ഇതേപോലെ ബ്രൈഡൽ ബ്ലൗസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റിച്ച് ചെയ്യുന്ന വരുന്ന മെറ്റീരിയൽ ഇല്ലെങ്കിൽ ഡിസൈൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ സ്റ്റോൺ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടെറ്റ് ബൈ മാ.